ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട സൊഹ്റാൻ മംദാനിയുടെ അറസ്റ്റ് ഭീഷണി നിലനിൽക്കെ ന്യൂയോർക്ക് സന്ദർശിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറണ്ട് അനുസരിച്ച് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് മംദാനി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. താൻ ന്യൂയോർക്കിലേക്ക് വരുമെന്ന ന്യൂയോർക്ക് ടൈംസിന്റെ ഡീൽ ബുക്ക് ഫോറത്തിന് നൽകിയ വെർച്വൽ അഭിമുഖത്തിലാണ് നെതന്യാഹു പറഞ്ഞത്. മംദാനിയുമായി സംസാരിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മനസ്സ് മാറി തങ്ങൾക്ക് നിലനിൽക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ബന്ധത്തിന്റെ തുടക്കമായിരിക്കുമെന്നായിരുന്നു നെതന്യാഹുവിന്റെ മറുപടി. കഴിഞ്ഞ മാസം ഒരു അഭിമുഖത്തിൽ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം ന്യൂയോർക്കിൽ വന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യത്തിന് സൊഹ്റാൻ മംദാനി പ്രതികരിച്ചിരുന്നു. ICC അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ഗാസയിലെ വംശഹത്യയുടെ പേരിൽ ആരോപണമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇത് മാനുഷിക പരിശുദ്ധിയുടെ വിശ്വാസത്തെ അപമാനിക്കുന്നതാണ്. ന്യൂയോർക്ക് നിവാസികളിൽ നിന്ന് ഞാൻ ഇതേക്കുറിച്ച് കേൾക്കുന്നുണ്ട്, മംദാനി പറഞ്ഞു. രാഷ്ട്രീയം എങ്ങനെയാകണമെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം മേയർ എന്ന നിലയിൽ തനിക്കുണ്ടെന്നും അന്താരാഷ്ട്ര നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരു നഗരമാണ് ന്യൂയോർക്കെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നെതന്യാഹുവും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അന്വേഷിക്കുന്ന നേതാക്കൾക്ക് എതിരെ അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കാൻ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ വിന്യസിക്കുമെന്ന് മംദാനി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സൊഹ്റാൻ മംദാനി ഇസ്രയേലിന്റെ നിലനിൽപ്പിനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇസ്രയേലിന് ഒരു ജൂതരാഷ്ട്രമാകാനുള്ള അവകാശമില്ല. മതത്തിന്റെയോ മറ്റു ഘടകങ്ങളുടെയോ അടിസ്ഥാനത്തിൽ മാത്രമേ പൗരത്വം നൽകൂ എന്നത് അനുവദിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ തുടർച്ചയായ വംശഹത്യയ്ക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും നെതന്യാഹു ആണ് ഉത്തരവാദിയെന്ന് ഹേഗ് ആസ്ഥാനമായുള്ള ICC കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. നെതന്യാഹു ആണ് ഉത്തരവാദി എന്നതിന് ന്യായമായ കാരണങ്ങളുണ്ടെന്നും ICC വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഗാസ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. ഒക്ടോബർ 10 വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും ഇസ്രയേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവനയും വരുന്നത്. ഗാസയിൽ ഇസ്രയേൽ ലംഘനങ്ങൾ നടത്തിയിട്ടും നിലവിലുള്ള കരാർ പുരോഗതിയുണ്ടെന്നാണ് ട്രംപിന്റെ വാദം. വെടിനിർത്തൽ പദ്ധതിയുടെ അടുത്ത ഘട്ടം വളരെ നന്നായി പുരോഗമിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. രണ്ടാം ഘട്ടം എപ്പോൾ ആരംഭിക്കുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാതെ കരാറിനായുള്ള പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നു എന്ന് മാത്രമാണ് ട്രംപ് പറഞ്ഞത്. മിഡിൽ ഈസ്റ്റിൽ സമാധാനമുണ്ടെന്നും വെടിനിർത്തൽ കരാറിന് പിന്തുണയുണ്ടെന്നും ബുധനാഴ്ച വൈറ്റ് ഹൌസിൽ സംസാരിക്കുകയായിരുന്ന ട്രംപ് പറഞ്ഞു. ഒരു ബോംബ് പൊട്ടിത്തെറിച്ചു, അതിൽ ചിലർക്ക് സാരമായി പരിക്കേറ്റു, ഒരുപക്ഷെ ചിലർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം. എന്നിരുന്നാലും മിഡിൽ ഈസ്റ്റിൽ സമാധാനമുണ്ട്, വെടിനിർത്തൽ കരാറിന് വലിയ പിന്തുണയുമുണ്ട്, അത് ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഗാസയുടെ പുനർനിർമ്മാണം, ഹമാസ് ഇല്ലാത്ത ഒരു പുതിയ ഭരണ സംവിധാനം സ്ഥാപിക്കൽ എന്നിവ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം ഒക്ടോബറിൽ വെടിനിർത്തൽ കരാറിന് ശേഷം പലസ്തീനിൽ സമാധാന ചർച്ചകളുടെ രണ്ടാം ഘട്ടം നടത്തണമെന്ന ആവശ്യം ഖത്തർ മുന്നോട്ട് വെച്ചിരുന്നു. ഇസ്രായേലിനെയും ഹമാസിനെയും പുതിയ ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് ഖത്തർ വിദേശകാര്യ വക്താവ് മജീദ് അൽ അൻസാരി പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ രണ്ടാം ഘട്ടത്തിലേക്ക് ഇരു കക്ഷികളെയും എത്തിക്കണമെന്നും സ്ഥിതി സങ്കീർണമാക്കുന്ന പ്രശ്നങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിൽ ആശയവിനിമയം തുടരുന്നതായും മധ്യസ്ഥ രാജ്യമായ ഖത്തർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രയേലും ഹമാസും പ്രതികരണമൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മാപ്പ് നൽകരുതെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. അതേസമയം വെടിനിർത്തൽ 52 നാൾ ഗാസയിൽ പിന്നിട്ടെങ്കിലും മരുന്നും ഉപകരണങ്ങളും ലഭിക്കാതെ ആരോഗ്യമേഖല വൻ പ്രതിസന്ധി നേരിടുന്നതായി സന്നദ്ധ പ്രവർത്തകർ വ്യക്തമാക്കി. വെടിനിർത്തൽ ലംഘിച്ചുള്ള ഇസ്രയേൽ നടപടിക്കെതിരെ പ്രതിഷേധവും ശക്തമാണ്. എന്നാൽ സൈന്യത്തിന്റെ സുരക്ഷയ്ക്കായുള്ള പ്രതിരോധ നടപടികൾ മാത്രമാണ് നടക്കുന്നതെന്നാണ് ഇസ്രയേലിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.